ഹായ്, ഇന്നത്തെ വീഡിയോ CBSE 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്റർ അതിലെ ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസ് അതിലെ 10ാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ് ഇന്ന് ചെയ്യുന്നത്. മുമ്പുള്ള ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വീഡിയോകളിൽ ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ആണ്, വൈ ഈസ് റെസ്പിറേഷൻ കൺസിഡേർഡ് ആൻ എക്സോതെർമിക് പ്രോസസ് അല്ലെങ്കിൽ എക്സോതെർമിക് റിയാക്ഷൻ? എക്സ്പ്ലെയിൻ. റെസ്പിറേഷൻ എന്തുകൊണ്ടാണ് എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറയാനുള്ള കാരണം? Respiration is the most important biochemical reaction which release energy in the cell. ശരീരത്തിൽ നടക്കുന്ന എനർജി റിലീസ് ചെയ്യുന്ന ഒരു ബയോകെമിക്കൽ റിയാക്ഷൻ ആണ് റെസ്പിറേഷൻ. When we breathe air enters into our lungs and this oxygen binds itself to hemoglobin present in the red blood cells. നമ്മൾ ശ്വസിക്കുമ്പോൾ ഓക്സിജൻ ബ്രീത്ത് ചെയ്യുമ്പോൾ ഓക്സിജൻ ലങ്സിലെത്തി അവിടെ ഓക്സിജൻ ബ്ലഡ് സെൽസിലുള്ള ഹീമോഗ്ലോബിനുമായിട്ട് ബൈൻഡ് ചെയ്ത് അപ്പോൾ അവിടെ നടക്കുന്ന റിയാക്ഷൻ ഇറ്റ് ഈസ് ദെൻ ക്യാരി ടു മില്യൺ ഓഫ് സെൽസ് പ്രസന്റ് ഇൻ അവർ ബോഡി. റെസ്പിറേഷൻ ഒക്കേഴ്സ് ഇൻ ദ സെൽസ് ആൻഡ് ഈസ് അക്കമ്പനീഡ് ബൈ ദ കമ്പഷൻ ഓഫ് ഗ്ലൂക്കോസ് പ്രൊഡ്യൂസിങ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. അപ്പോൾ അത് ആ ഓക്സിജൻ ബ്ലഡ് സെൽസുമായി ചേർന്ന് അവിടെ ഗ്ലൂക്കോസിനെ കമ്പഷൻ നടന്നു, ഗ്ലൂക്കോസ് കത്തിച്ച് അതായത് വിഘടിച്ച് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമായിട്ട് മാറുന്നു. ആ സമയത്ത് എനർജി റിലീസ് ചെയ്യുന്നു. ലാർജ് എമൗണ്ട് ഓഫ് എനർജി ഈസ് റിലീസ്ഡ് ഇൻ ദിസ് കെമിക്കൽ റിയാക്ഷൻ. നമുക്ക് അതിന്റെ ഇക്വേഷൻ എഴുതി നോക്കാം. ഇവിടെ C6H12O6 പ്ലസ് 6O2 gives 6CO2 പ്ലസ് 6H2O പ്ലസ് 2820 ജൂൾ എനർജിയാണ്. അപ്പൊ ഇവിടെ ഇത് ഗ്ലൂക്കോസ് പ്ലസ് 6O2 ഇത് എയർ ആണ്. ഗ്ലൂക്കോസും എയറും കൂടെ മിക്സ് ചെയ്യുന്നു, അത് കമ്പഷൻ നടക്കുന്നു. അപ്പോൾ അത് ഡീകമ്പോസ് ചെയ്തിട്ട് അല്ലെങ്കിൽ കമ്പഷൻ നടന്ന് CO2ഉം H2O ആയിട്ട് മാറുന്നു. അപ്പോൾ അവിടെ എനർജി റിലീസ് ചെയ്യുന്നു. സിൻസ് ദ പ്രോസസ് ഈസ് അക്കമ്പനീഡ് ബൈ റിലീസ് ഓഫ് എനർജി, so it is considered as an exothermic reaction. ഈ റിയാക്ഷൻ നടക്കുമ്പോൾ അവിടെ എനർജി റിലീസ് ചെയ്യുന്നു, അതുകൊണ്ട് ഇതിനെ എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറയും. ഇതിലെ 11th ക്വസ്റ്റ്യൻ, വൈ ആർ ഡീകമ്പോസിഷൻ റിയാക്ഷൻസ് കോൾഡ് ദ ഓപ്പോസിറ്റ് ഓഫ് കോമ്പിനേഷൻ റിയാക്ഷൻ? റൈറ്റ് ഇക്വേഷൻസ് ഫോർ ദിസ് റിയാക്ഷൻ. ഡീകമ്പോസിഷൻ റിയാക്ഷനെ എന്തുകൊണ്ടാണ് കോമ്പിനേഷൻ റിയാക്ഷന്റെ ഓപ്പോസിറ്റ് ആണെന്ന് പറയുന്നത്? അതിന്റെ ഇക്വേഷൻസ് എഴുതുക. എക്സാമ്പിൾ ആയിട്ട് ഇക്വേഷൻസ് എഴുതുക. ഡ്യൂറിംഗ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ എ സിംഗിൾ റിയാക്ടന്റ് ഡീകമ്പോസസ് ടു ഫോം 2 or more പ്രൊഡക്റ്റ്. ഡീകമ്പോസിഷൻ റിയാക്ഷനിൽ ഒരു റിയാക്ടന്റ് അത് ഡീകമ്പോസ് ചെയ്ത് 2 അതിലധികമോ പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നു. വെറസ് ഇൻ കോമ്പിനേഷൻ 2 or more reactants react to form a single compound. കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ 2 അതിലധികമോ റിയാക്ടൻസ് ചേർന്നിട്ട് ഒരു സിംഗിൾ പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നു. അത് കമ്പൈൻ ചെയ്തിട്ട് ഒരു സിംഗിൾ പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നു. അതിനെ കോമ്പിനേഷൻ റിയാക്ഷൻ എന്നും. അത് നേരെ തിരിച്ച് ഒരു റിയാക്ടന്റ് ഡീകമ്പോസ് ചെയ്തിട്ട് 2ആയി വിഘടിച്ച് 2 അതിലധികമോ പ്രൊഡക്റ്റ് ഉണ്ടാവുന്നതിനെയാണ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കോമ്പിനേഷൻ റിയാക്ഷനും ഡീകമ്പോസിഷൻ റിയാക്ഷനും ഓപ്പോസിറ്റ് റിയാക്ഷൻസ് ആണ്. നമുക്ക് ഓരോന്നിന്റെ എക്സാമ്പിൾ എഴുതാം. N2 പ്ലസ് 3H2 gives 2NH3. കോമ്പിനേഷൻ റിയാക്ഷൻ ആണ്. N2 3H2 ചേർന്നിട്ട് 2NH3 ഉണ്ടായി. അതുപോലെ 2H2O ഇത് ഡീകമ്പോസ് ചെയ്താൽ 2H2 പ്ലസ് O2 ഉണ്ടാവും. ഇത് ഡീകമ്പോസിഷൻ റിയാക്ഷന്റെ എക്സാമ്പിൾ ആണ്. ഇപ്പോൾ N2 പ്ലസ് 3H2 ഗീവ്സ് 2NH3. അത് കോമ്പിനേഷൻ റിയാക്ഷൻ ആണ്. അതുപോലെ H2O ഡീകമ്പോസ് ചെയ്തിട്ട് ഹൈഡ്രജനും ഓക്സിജനും ആയിട്ട് മാറുന്നു. അത് ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആണ്. ഇനി ഇതിലെ 12th ക്വസ്റ്റ്യൻ, റൈറ്റ് 1 ഇക്വേഷൻ ഈച്ച് ഫോർ ഡീകമ്പോസിഷൻ റിയാക്ഷൻസ് where energy is supplied in the form of heat, light or electricity. ഇതിൽ നമുക്ക് ഓരോന്നിന്റെയും എക്സാമ്പിൾ എഴുതാം. ഫസ്റ്റ്, എനർജി സപ്ലൈഡ് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്.
PbNO3 എല്ലാം ഡീകമ്പോസിങ് റിയാക്ഷൻ ആണ്. അപ്പോൾ ഇത് ഡീകമ്പോസ് ചെയ്യുന്നത് 2PbO പ്ലസ് 4NO2 പ്ലസ് O2. അപ്പൊ ഇവിടെ എനർജി സപ്ലൈഡ് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് എനർജി ഇത് ഡീകമ്പോസ് ചെയ്യുന്നത്. അടുത്ത് എനർജി സപ്ലൈഡ് ഇൻ ദ ഫോം ഓഫ് ലൈറ്റ് 2Ag പ്ലസ് Br2. അപ്പൊ ഇവിടെ ലൈറ്റ് എനർജിയാണ് വേണ്ടത്, സൺലൈറ്റ്. അടുത്ത എനർജി സപ്ലൈഡ് ഇൻ ദ ഫോം ഓഫ് ഇലക്ട്രിസിറ്റി 2H2O. വെള്ളം ഡീകമ്പോസ് ചെയ്തിട്ട് ഹൈഡ്രജൻ ഓക്സൈഡ് ആയിട്ട് മാറുന്നു. അപ്പോൾ ഇവിടെ ഇലക്ട്രിക് സ്പാർക്ക് കൊടുക്കുന്നു. 2H2 പ്ലസ് O2 ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് വെള്ളം മാറുന്നു. അപ്പോൾ ഇതാണ് ഓരോ എക്സാമ്പിൾ. എനർജി സപ്ലൈഡ് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്, എനർജി സപ്ലൈഡ് ഇൻ ദ ഫോം ഓഫ് ലൈറ്റ്, എനർജി സപ്ലൈഡ് ഇൻ ദ ഫോം ഓഫ് ഇലക്ട്രിസിറ്റി. മൂന്നിനും ഓരോ എക്സാമ്പിളുകളായി.